നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവൻ രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവ്. രേണുസുധിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയിരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചേച്ചി അങ്ങ് അർമാദിക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ പരിപാടി വന്നിട്ട് പുള്ളിക്കാരത്തി ലൈവ് പോയിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ അങ്ങേയറ്റം കൂടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വിധവകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഈ വിധവകൾക്കും കൂടെ നാണക്കേട് വരുത്തുന്ന രീതിയിലുള്ള അത്രയധികം അധപ്പതിക്കുന്ന രീതിയിലേക്കാണ് പുള്ളിക്കാരത്തിയുടെ പ്രഹസനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഒരു 8 മിനിറ്റുള്ള ഒരു ലൈവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത് കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള രംഗങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു യൂട്യൂബർ ആയിട്ടുള്ള മാസ്റ്റർ മൈൻഡ് മനുവ് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ വ്യക്തിയെ അത് കയറി കാണുകയും ആ ഒരു ഇത് സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയും അത് തൻ്റെ ചാനലിൽ കൂടെ പുറത്ത് വിടുകയൊക്കെ ചെയ്തു. അപ്പോൾ രേണുവിൻ്റെ ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ഈ വീഡിയോ ലീക്കായി എന്നും പറഞ്ഞുകൊണ്ടാണ് ആ 8 മിനിറ്റുള്ള വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തി നാവിട്ട് കാണിക്കുന്ന രംഗങ്ങൾ, ഇപ്പം എന്ത് കാര്യങ്ങൾ ഇപ്പം പുള്ളിക്കാരത്തി അതിന് എതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നാണമില്ലേടാ നിനക്കൊക്കെ എൻ്റെ വീഡിയോ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്? നീ ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ടല്ലേടാ നീ ഇടുന്നത്? എന്ത് ആസ്വദിക്കാനാണ് എൻ്റെ പൊന്നി ചേച്ചി? എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടൊക്കെ ഉള്ളതാണെങ്കിലും വേണ്ടി ഇത് ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ അങ്ങേയറ്റം അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഇത് കിടന്ന് ആസ്വദിക്കുകയുള്ളൂ എന്നാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി കിടന്ന് വെമ്പുകയാണ്. കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ആ ബ്ലൗസിൻ്റെ ഹുക്കാണെങ്കിൽ ശരിക്കും ഇട്ടിട്ടില്ല, തുറന്ന് കുറച്ച് കാണിക്കുന്നു. അതെടുത്ത് തിരിഞ്ഞും ചെരിഞ്ഞും എങ്ങനെയൊക്കെയോ ക്യാമറയ്ക്കകത്തൂടെ അതൊക്കെ കാണിക്കാൻ പറ്റുമോ അതേ രീതിയിൽ പുള്ളിക്കാരത്തി എടുത്ത് വീഡിയോ പിടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വെമ്പുകയാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മാത്രമേ ഇത് കണ്ട് ആസ്വദിക്കുകയുള്ളൂ എന്നാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്നാ പറഞ്ഞാലും അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് പുള്ളിക്കാരത്തി വരും. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി പറയുന്നത് എൻ്റെ ചുണ്ടെല്ലാം പൊട്ടിയിട്ടാണ് എന്ന്. ചുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടിട്ട് ആ ഒരു ലെവലിലല്ല. നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള തലയ്ക്കുള്ള ഒരു മോടയൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരത്തി കാണിക്കുന്ന രീതി എങ്ങനെയാണ്, അതൊരു വഷളത്തരം രീതിയിലാണ് പുള്ളിക്കാരത്തി കാണിക്കുന്നതെന്ന് അത് കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്നതാണ്. എന്നിട്ടിപ്പോൾ പറയുന്നതോ അത് ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് നാവിട്ട് അങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഈ പുള്ളിക്കാരത്തിയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി കാണിക്കുന്ന അതിരുവിട്ട രംഗങ്ങൾ കാണിച്ച് അതിനല്ലാതെ ഇപ്പം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി കാലിൻ്റെ ഒരു തൊടയിൽ കുഴമ്പാണോ ക്രീമാണോ എന്തോ തേച്ചിട്ട് കിടന്ന് മെഴുകുകയാണ് പുള്ളിക്കാരത്തി. ആ തൊട കാണിച്ചും ക്രീം തേച്ച് അതൊക്കെ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ഇട്ടാണ്. അപ്പോൾ ഏതോ ഒരുത്തന് അതിൻ്റെ അടിയിൽ ഒന്ന് കാണാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മെസ്സേജ് ഇട്ടു. അപ്പം മാനേജറെ കോണ്ടാക്റ്റ് ചെയ്യാനെന്ന് പുള്ളിക്കാരത്തി അതിന് തിരിച്ച് മറുപടിയും കൊടുത്തു. എന്നിട്ടിപ്പോൾ അത് പുറത്തേക്കായപ്പോഴത്തേക്കിനും ആ ഒരു കാര്യങ്ങൾ ലീക്കായപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി പറയുന്നത് ഒരു കോഫിയൊക്കെ കുടിച്ച് ചായയും പരിപ്പോടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലാണ്. എവിടെയോ കിടക്കുന്ന മനുഷ്യനെ മീറ്റ് ചെയ്യാവോ ഇവൻ ഈ ഒരു തൊടയുടെ ഈ ഒരു ലൈവ് വന്നപ്പോഴാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ട് അതിന് മീറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തായാലും നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നതല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പുള്ളിക്കാരത്തി മാനേജറെ കോണ്ടാക്റ്റ് ചെയ്യാനെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടിപ്പം പറയുന്നത് ചായയും പരിപ്പുവടയും എവിടെ കിടന്നവന് വേണ്ടിയിട്ട് ചായയും പരിപ്പുവടയും കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന്.
എന്താവശ്യം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനത്തെ പുള്ളിക്കാരത്തിയുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പക്ക ഫ്രോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രേണു. കാരണം നുണയും ആസൈസും നുണയും കള്ളത്തരങ്ങളും മാത്രം പുള്ളിക്കാരത്തി നന്ദികെട്ട വർത്തമാനങ്ങളും മാത്രം പ്രവൃത്തിയും കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രേണുസുതി. രേണുസുതി ഈ ആൽബവും അതുപോലെ തന്നെ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന ഈ അപരാധത്തിൽ കൂടെ കാണിച്ചു കൂട്ടുന്ന പരിപാടിയെ അങ്ങേയറ്റം മോശം രീതിയിൽ തന്നെയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്, കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ട്, പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് തുണിയില്ലാതെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊട്ടും ന്യായീകരിക്കാൻ ആവില്ല. കാരണം എത്രയോ വിധവകളായിട്ടുള്ള ആളുകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, ഭർത്താവ് മരിച്ചവർ, ഇവരൊക്കെ കുടുംബം പോറ്റുന്നുണ്ട്, മക്കളെ നല്ല രീതിയിൽ തന്നെ അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നിന്നാലും അവർക്ക് അത്യാവശ്യം വലിയ ലാവിഷായിട്ടല്ലെങ്കിലും അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം. കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണം സമ്പാദിക്കുക എന്ന് പറയും. ഇത് കാണിക്കുന്ന ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരിപാടിയെ ഈ പുള്ളിക്കാരത്തി ആദ്യമേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എക്സ്ക്ലൂസീവായ എൻ്റെ കണ്ടൻറ്റുകൾ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ 3000-ഓളം ആളുകൾ സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് വലിയതൊന്നും കാണിക്കുന്നൊന്നും ഇല്ല. പുള്ളിക്കാരത്തിയുടെ ഈ ഇപ്പം കാണിച്ചേക്കുന്ന ഇച്ചിരി തൊട കാണിക്കുന്നു, ഇച്ചില്ലെങ്കിൽ ചെറുതായിട്ട് മാറിടം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നു, കുനിയുന്നു, നിവരുന്നു, അത്രയൊക്കെ ഉള്ളൂ എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പകുതി ആളുകളും കുറേ ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഒഴിവായി പോയിട്ടുണ്ട്. ഇപ്പോൾ അതിലും വലിയ സംഭവങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നടൻ കൃഷ്ണകുമാറിൻ്റെ മകളായ ഹൻസിയയും അതുപോലെ തന്നെ അന്നാരാജനും ഒക്കെ വന്നിട്ടുണ്ട്. അന്നാരാജനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരല്ലാതെ തന്നെ ഇനാഗ്രേഷന് വരുമ്പം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. കണ്ടു നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പിന്നെ സബ്സ്ക്രിപ്ഷനിൽ എന്തായിരിക്കും കാട്ടിക്കൂട്ടുന്നതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഉള്ള ആ ആളുകളുടെ എന്നാൽ പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ കാണാനുള്ളൂ എന്ന് കരുതിയായിരിക്കാം കുറേ ആളുകൾ പോയി. അപ്പോഴത്തേക്കിനാണ് പുള്ളിക്കാരത്തി അടുത്ത ഒരു പരിപാടി എന്ന ലെവലിലേക്ക് വന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങനെ തൻ്റെ പുക്കിൾ കാണിക്കുന്നു, ആലിലെ വയറും, അതുപോലെ തന്നെ തമന്നയാണെന്നാണല്ലോ പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ആ ഒരു തമന്നയുടെ ഭയങ്കര ബോഡി ഷേപ്പുള്ള വ്യക്തിയാണ് എന്നൊക്കെയുള്ള ഇതിൽ പുള്ളിക്കാരത്തി വന്ന് എൻ്റെ ശരീരം ഒന്നും കൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വെമ്പുകയാണ്. അത് ഏതൊക്കെ രീതിയിൽ കാണിക്കാൻ പറ്റുമോ, എന്തെല്ലാം രീതിയിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഞെരിയുന്നു, പിരിയുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് എന്തോ അസുഖം പോലെയാണ് തോന്നുന്നത്. ആ ഞെരിച്ചിലും പിരിച്ചിലും ഒക്കെ കാണുമ്പോഴത്തേന് പുള്ളിക്കാരത്തി അവിടെ കിടന്ന് കൃമി കടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനത്തെ കോപ്രായങ്ങളാണ് പുള്ളിക്കാരത്തി കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഈ ഒരു വീഡിയോ 8 മിനിറ്റുള്ള വീഡിയോ ആണിപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കാണിക്കുന്ന ആ നാവിട്ട് കാണിക്കുന്ന പരിപാടിയൊക്കെ വളരെ അറയ്ക്കുന്ന രംഗങ്ങളാണ്. എന്നിട്ടിപ്പം പറയുന്നത് ചുടി പൊട്ടിയത് കൊണ്ടാണ്, ചുണ്ടിനും പറ്റിയ ഇതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങനെ കാണിക്കുന്നത് എന്ന്. പക്ഷെ ആ കാണിക്കുന്ന വഷളത്തരം കാണുമ്പോൾ അത് കാണുന്ന മനുഷ്യർക്കറിയാം അത് ഏത് രീതിയിലാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന്. എന്തായാലും രേണുസുതിയുടെ ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങൾ ഇപ്പം കൂടി വരികയാണ്. എങ്ങനെയും ഈ പോയ ആളുകളെയൊക്കെ ഇനിയും തിരിച്ചെടുക്കണമല്ലോ. 3000-ഓളം സബ്സ്ക്രിപ്ഷൻ വന്നത് അതൊക്കെ കുറഞ്ഞു, വരുമാനം കുറയുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയും പിടിച്ചിരിക്കണം. ആൽബം ഷൂട്ടിങ്ങിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു. അത് കാണിക്കുന്ന മൊത്തം പ്രഹസനങ്ങൾ മാത്രം, മൊത്തം റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ പേരിൽ ആ പാവം ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ പ്രതീക്ഷ, അങ്ങനെ കുറേ ആളുകൾ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് അവിടെയും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഈ ഇങ്ങനെയൊക്കെയുള്ള ഇതിനെല്ലാം ആ അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെ പരിതാപകരം. അതുതന്നെയല്ല, ആ ചേച്ചിയുടെ ഭർത്താവിനെയൊക്കെ അവരുടെ കൂടെയാണ്, ചേച്ചിയും ഭർത്താവും ഒക്കെ അവരുടെ അടുത്ത കൂടെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അയാളെയൊക്കെ എങ്ങനെയാണ് ഇവളിങ്ങനെ മുഖത്ത് നോക്കുന്നത്? ഒരു ഉളുപ്പും ഇല്ലാതെ എന്തൊക്കെ കാണിച്ചു വിട്ടാവോ. അതുപോലെ തന്നെ വായിന്ന് വീഴുന്ന വാക്കുകൾ, ഡബിൾ മീനിങ്, ആ കൊച്ചിൻ്റെ ഭാവി എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് ഓരോന്ന് കാണിക്കുന്നത്. കുറേ ആളുകൾ രേണുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നില്ല, ഈ രേണു കാണിച്ചു കൂട്ടുന്നത്. ഇപ്പം കുറേ ആളുകളിപ്പം സപ്പോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. കാരണം രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമുക്കറിയാം നേരത്തെ നിങ്ങൾക്ക് എന്താ അവളെങ്ങനെ ഒരു ആകട്ടെ എന്നൊക്കെയാണ്.
ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന്. പക്ഷെ ജീവിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഈ തുണി അഴിച്ച് കാണിച്ചിട്ട് മാത്രമേ ജീവിക്കാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതാണ്, അങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. എന്നാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.